ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. സുധാകരനും സുരേന്ദ്രനും പകരമാര്? പിണറായി ഇനി മത്സരിക്കുമോ? മുഖ്യ പാർട്ടികളിൽ നേതൃമാറ്റ ചർച്ച. മാറുമോ മാറ്റുമോ? തിരുവനന്തപുരം തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് രാഷ്ട്രീയ കക്ഷികൾ കടക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് മാറുമോ? മാറിയാലാര് എന്ന ചർച്ചയിലാണ് കോൺഗ്രസ്. പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിക്കാനുള്ള നടപടികളിലാണ് ബി.ജെ.പി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണോ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിടുകയെന്ന ചർച്ച സിപിഎമ്മിലുമുണ്ട്. കോൺഗ്രസ് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ മാറിയേക്കുമെന്ന സൂചന വന്നതോടെ പിൻഗാമിയാകാനുള്ള അണിയറ നീക്കം സജീവമായി. ആര് പ്രസിഡന്റാകണമെന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം ധാരണയിലെത്തട്ടെയെന്നാണ് ഇതുവരെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി നേതാക്കളുടെ മനസ്സറിയാൻ ചർച്ച നടത്തിയെങ്കിലും ഒറ്റപ്പേരിലേക്ക് കാര്യങ്ങളെത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് താൽപര്യമുള്ളവർ എന്ന നിലയിൽ ഏതാനും പേരുകൾ ചർച്ചകളിലുണ്ട്. കെ. സുധാകരന്റെ നിലപാടാണ് നിർണായകം. രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായമുണ്ടെന്നതിലും ആകാംക്ഷയുണ്ട്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പേര് മുന്നോട്ടുവയ്ക്കുന്ന രീതിയില്ലെന്നതാണ് ഇത്തവണത്തെ മാറ്റം. മാന്യമായ പരിഗണന സുധാകരനോട് നിലനിർത്തിക്കൊണ്ടാകണം ചർച്ചയും നടപടികളുമെന്ന നിർബന്ധം സുധാകരനെ അനുകൂലിക്കുന്നവർക്കുമുണ്ട്. അക്കാര്യം ഹൈക്കമാൻഡും ഉറപ്പുകൊടുക്കുന്നു. പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കണമെന്ന് ചിലർ കേന്ദ്ര നേതൃത്വത്തെ ആഗ്രഹം അറിയിച്ചിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധിയും സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും സജീവമായി ഇടപെടുന്ന സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിന്റെ കാര്യത്തിൽ ഇവരുടെ അഭിപ്രായം നിർണായകമാകും. പലവിധ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ച് ആന്റോ ആന്റണി, ബെന്നി ബഹനാൻ, സണ്ണി ജോസഫ്, അടൂർ പ്രകാശ് എന്നിവരുടെ പേരുകൾ സജീവ ചർച്ചയിലുണ്ട്. സീനിയോറിറ്റിയുടെ കൂടി അടിസ്ഥാനത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരുമേറുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ. സുധാകരനും കീഴിൽ വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്നയാളാണ് സുരേഷ്. മുൻപ് പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വഹിച്ചിട്ടുള്ള എം. ഹസന്റെ പേരും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന പ്രസിഡന്റായി പരിഗണിക്കപ്പെടുന്നവരിൽ 50 വയസ്സിൽ താഴെയുള്ളവർ എന്ന മട്ടിൽ ഡൽഹി ചർച്ചകളിൽ രാഹുൽ ഗാന്ധി നിലപാടെടുക്കുമോ എന്ന ചോദ്യവുമുണ്ട്. 50 വയസ്സുള്ള ജിത്തു പട്വാരിയെ മധ്യപ്രദേശ് പി.സി.സി പ്രസിഡന്റായി നിർദ്ദേശിച്ചത് രാഹുലാണ്. തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ സീനിയർ നേതാവ് പ്രസിഡന്റാകണമെന്ന നിലപാടിലാണ് സംസ്ഥാനത്തെ നേതാക്കൾ. സി.പി.എം നേതൃമാറ്റ സാധ്യതയെക്കുറിച്ചുള്ള ചർച്ച പാർട്ടിയെ സംബന്ധിച്ചല്ല, സർക്കാരുമായി ബന്ധപ്പെട്ടാണ്. തുടർച്ചയായി 3ാം തവണയും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത പിണറായി വിജയൻ തേടുമോ അതോ മത്സരിക്കാതെ മാറി നിൽക്കുമോ എന്നതിലാണ് ആകാംക്ഷ. കഴിഞ്ഞയാഴ്ച മാധ്യമങ്ങൾ അക്കാര്യം ചോദിച്ചപ്പോൾ വ്യക്തമായ ഉത്തരം നൽകാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. പിണറായി മാറിയാൽ പോലും പകരം ആരെന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് വീണ്ടും അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത ഉയരുന്നത്. പിണറായി ഒഴിവായാൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എം.വി. ഗോവിന്ദൻ, എം.കെ. ബേബി, എ. വിജയരാഘവൻ എന്നിവരുടെ പേരുകളാണ് പാർട്ടിയുടെ സംഘടനാ ശ്രേണി കണക്കിലെടുക്കുമ്പോൾ ഉയരുന്നത്. പാർട്ടിയുടെ നിയമസഭാകക്ഷി ടീമിനെ നയിക്കാനായി ഇവരെ നിയോഗിക്കുമെന്ന് കരുതുന്നവർ ഇപ്പോൾ കുറവാണ്. ഈ ഏപ്രിലിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ കേരളത്തിൽ നിന്ന് മറ്റാരെങ്കിലും കൂടി പിബിയിൽ എത്തുമോ എന്നതുകൂടി അപ്പോൾ കണക്കിലെടുക്കേണ്ടി വരും. ബി.ജെ.പിയിൽ ബൂത്ത് തലം മുതൽ സംസ്ഥാന പ്രസിഡന്റ് പദം വരെ നീളുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉടൻ പൂർത്തിയാകും. 14 ജില്ലാ കമ്മിറ്റികളെ 30 ജില്ലാ കമ്മിറ്റികളായി വിഭജിച്ചിരുന്നു. 30 ജില്ലാ പ്രസിഡന്റുമാരുടെയും പട്ടിക ഈ മാസം 27-ന് പ്രഖ്യാപിക്കും. പുതിയ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രഖ്യാപനവും തുടർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകും. സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നതിന് ദേശീയ നേതൃത്വം ചുമതലപ്പെടുത്തിയ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്നലെ കേരളത്തിലെത്തി. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അഭിപ്രായം തേടിയ ശേഷം ദേശീയ നേതൃത്വം സംസ്ഥാന പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നതാണ് രീതി. ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രഹസ്യ ബാലറ്റിലൂടെ അഭിപ്രായ ശേഖരണം നടത്തിയിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിക്കാൻ ആളുണ്ടെങ്കിൽ ഇതേ രീതി നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സമവായത്തിനാണ് പ്രഹ്ലാദ് ജോഷി ലക്ഷ്യമിടുന്നത്. കെ. സുരേന്ദ്രൻ ഒരു ടേം 3 വർഷം കഴിഞ്ഞ് 2 വർഷം കൂടി പൂർത്തിയാക്കി 5 വർഷം തികച്ചതിനാൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറേണ്ടിവരും. എം.ടി. രമേശ്, ശോഭ സുരേന്ദ്രൻ എന്നീ പേരുകൾ പരിഗണനയിലുണ്ടെങ്കിലും കേരളത്തിൽ നേതാക്കൾക്കിടയിലെ പ്രശ്നങ്ങൾ ഇവർ വന്നാലും കുറയില്ലെന്നുള്ള വാദവും ദേശീയ നേതൃത്വത്തിന് മുന്നിലുണ്ട്. 10 വർഷത്തിനിടെ 8 മരണം. പഞ്ചാരക്കൊല്ലിയിൽ കടുവയെത്തുന്നത് ആദ്യം. വയത്തിന്റെ കരിമ്പടം പുതച്ചു വനാതിർത്തി ഗ്രാമങ്ങൾ. മാനന്തവാടി പകൽ പോലും വയത്തിന്റെ കരിമ്പടം പുതച്ച് പുറത്തിറങ്ങേണ്ടി വരുന്ന അവസ്ഥയിൽ വനാതിർത്തി ഗ്രാമത്തിലെ ജനങ്ങൾ. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ സ്ഥലങ്ങൾ വന്യമൃഗ ആക്രമണ ഭീഷണിയിലായിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാരക്കൊല്ലിയിൽ ഇതിനു മുൻപ് കടുവയെ കണ്ടിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വയനാട്ടിൽ പലയിടത്തും കടുവയിറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. പുതുവർഷം പിറന്ന് 1 മാസം തികയുന്നതിന് മുമ്പ് വയനാട്ടിൽ 2 പേർ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒടുവിലത്തെ ആളായി മാനന്തവാടി പഞ്ചാരക്കൊല്ലി സ്വദേശി രാധ. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് മാനന്തവാടി നഗരത്തിൽ കാട്ടാന ഇറങ്ങി ആളുകളെ ഒരു പകൽ മുഴുവൻ മുൾമുനയിൽ നിർത്തിയത്. ഏതാനും ആഴ്ചകൾക്ക് ശേഷം പടനിലത്തും പാക്കത്തും കാട്ടാന ഇറങ്ങി 2 പേരെ കൊന്നു. കേരളം മുൻപ് കാണാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് മാനന്തവാടിയിലും പുൽപ്പള്ളിയിലും അരങ്ങേറിയത്. എന്നാൽ സന്ദർഭോചിതമായി സർക്കാർ ഇടപെട്ടതിനാൽ ഇത്തവണ അത്തരം സംഘർഷത്തിലേക്ക് പോയില്ല. ഓരോ വർഷം കഴിയുന്തോറും വനാതിർത്തി പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. 10 വർഷത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ വയനാട്ടിൽ 8 പേർ കൊല്ലപ്പെട്ടു.
2015 ഫെബ്രുവരിയിൽ ബത്തേരി നൂൽപ്പഴ സ്വദേശി ഭാസ്കരനെയാണ് 66 കടുവ ആദ്യം കൊന്നത്. അതേ വർഷം ജൂലൈയിൽ കുറിച്ചാട് വനഗ്രാമത്തിലെ ബാബുരാജ്, 23 നവംബറിൽ തോൽപ്പെട്ടി റേഞ്ചിലെ വനം വകുപ്പ് വാച്ചർ കക്കേരി കോളനിയിലെ ബസവ, 44, 2019 ഡിസംബർ 24 ബത്തേരി പച്ചാടി കാട്ടുനാക്ക കോളനിയിലെ ജഡയൻ, മാസ്തി 60, 2020 ജൂൺ 16 ബസവൻ കൊല്ലി കാട്ടുനാക്ക കോളനിയിലെ ശിവകുമാർ, 2023 ജനുവരിയിൽ പുതുശ്ശേരി വെള്ളാനംകുന്ന് പള്ളിപ്പുറത്ത് തോമസ് 60, ഡിസംബറിൽ ബത്തേരി പൂതാടി സ്വദേശി പ്രജീഷ് 36, 2025 ജനുവരിയിൽ മാനന്തവാടിയിൽ രാധ 47 എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ബൈക്ക് വിറ്റ് ആതിരയെ കാണാനെത്തി, കുട്ടിയുമായി കൂടെ വരാൻ പറഞ്ഞു. കത്തി വാങ്ങിയത് ചിറയിൻകീഴിൽ നിന്ന്. തിരുവനന്തപുരം ബൈക്കടക്കം വിറ്റിട്ടാണ് ആതിരയെ കാണാൻ തിരുവനന്തപുരത്തെത്തിയതെന്ന് കഠിനംകുളം കൊലപാതകത്തിലെ പ്രതി ജോൺസന്റെ മൊഴി. കുഞ്ഞിനെയും കൊണ്ട് കൂടെ വരാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്തതുകൊണ്ടാണ് ആതിരയെ കൊലപ്പെടുത്തിയത്. പോലീസ് പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോഴാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നും അന്വേഷണ സംഘത്തിന് ജോൺസൺ മൊഴി നൽകി. ആതിരയെ കുത്താനുള്ള കത്തി ചിറയിൻകീഴിൽ നിന്നാണ് വാങ്ങിയത്. ഈ മാസം 7-ാം തീയതി തമ്മിൽ കണ്ടു. അന്ന് തന്റെ ബുള്ളറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നുവെന്നും പ്രതി മൊഴി നൽകി. ഡിസംബർ 7 മുതൽ ജനുവരി 7 വരെ ചിങ്ങവനത്തെ വീട്ടിൽ ഹോം നഴ്സായി ജോലി നോക്കിയ ജോൺസൺ അതിനുശേഷമാണ് ജോലി ഉപേക്ഷിച്ച് പെരുമാതുറയിലെത്തിയത്. ജോൺസൺ ആതിരയെ കൊലപ്പെടുത്തിയത് കിടപ്പുമുറിയിൽ വെച്ചാണെന്ന മൊഴി നേരത്തെ പുറത്തുവന്നിരുന്നു. കൃത്യം നടന്ന ദിവസം പ്രതി തന്റെ പെരുമാതുറയിലെ മുറിയിൽ നിന്നും രാവിലെ 6:30യോടെയാണ് ആതിര താമസിക്കുന്ന വീടിന് സമീപം എത്തിയത്. ആതിര മകന് സ്കൂള് ബസ് കയറ്റിവിടുന്ന സമയം വരെ ഒളിച്ചുനിന്നു. ഇതിനിടയിൽ ഇരുവരും ഫോണിൽ സംസാരിച്ചെന്നും ജോൺസൺ മൊഴി നൽകി. പൂജാരിയായ ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ പോയതും കുട്ടി സ്കൂളിൽ പോയതും ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ജോൺസൺ ആതിരയുടെ വീട്ടിനുള്ളിൽ പ്രവേശിച്ചത്. വീട്ടിലെത്തിയ പ്രതിക്ക് ആതിര ചായ നൽകിയെന്നും മൊഴിയുണ്ട്. ഈ സമയത്ത് കയ്യിൽ കരുതിയിരുന്ന കത്തി ജോൺസൺ കിടപ്പുമുറിയിലെ മെത്തയ്ക്ക് അടിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തിയിറക്കുകയായിരുന്നു. ഇൻസ്റ്റഗ്രാം വഴിയാണ് ജോൺസണും ആതിരയും പരിചയപ്പെട്ടത്. വിവാഹിതനും 3 മക്കളുമുള്ള ഇയാള് ഇപ്പോൾ കുടുംബവുമായി വേർപിരിഞ്ഞാണ് കഴിയുന്നത്. കോട്ടയം കുറിച്ചിയിൽ നിന്ന് ചിങ്ങവനം പോലീസാണ് ജോൺസനെ പിടികൂടിയത്. ബംഗ്ലാദേശ് യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. മൃതദേഹം ആളൊഴിഞ്ഞ പറമ്പിൽ. അന്വേഷണം തുടങ്ങി. ബംഗളൂരു 28-കാരിയായ ബംഗ്ലാദേശ് യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. മൃതദേഹം ഇന്നലെ രാവിലെയോടെ കൽക്കര തടാകത്തിനു സമീപത്തു നിന്നാണ് കണ്ടെത്തിയത്. കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു മൃതദേഹം. പോസ്റ്റ്മോർട്ടത്തിലാണ് യുവതി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് വ്യക്തമായത്. 6 വർഷമായി ഭർത്താവിനും 3 കുട്ടികൾക്കുമൊപ്പം ബംഗളൂരുവിൽ താമസിക്കുകയായിരുന്നു യുവതി. നഗരത്തിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റുകളിൽ വീട്ടുജോലി ചെയ്തായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത്. വ്യാഴാഴ്ച ജോലി കഴിഞ്ഞിറങ്ങിയ യുവതി വീട്ടിലെത്തിയിരുന്നില്ല. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് തടാകത്തിനു സമീപമുള്ള ആളൊഴിഞ്ഞ പ്രദേശത്തു നിന്നും മൃതദേഹം ലഭിച്ചത്. ഭർത്താവിന്റെ പരാതിയിൽ ലൈംഗികാതിക്രമത്തിനും കൊലപാതകത്തിനും പോലീസ് കേസെടുത്തു. യുവതിക്ക് പാസ്പോർട്ട് ഇല്ലായിരുന്നുവെന്ന് ബംഗളൂരു ഈസ്റ്റ് ഡിവിഷൻ ജോയിന്റ് കമ്മീഷണർ രമേശ് പറഞ്ഞു. കെ രമയുടെ മകൻ വിവാഹിതനായി. ചടങ്ങിനെത്തി സുരേഷ് കുറുപ്പ്. വിട്ടുനിന്ന് സിപിഎമ്മിലെ പ്രമുഖർ. വടകര കെ രമയുടെ കൈപിടിച്ച് അഭിനന്ദ് വിവാഹ മണ്ഡപത്തിലേക്ക് കടന്നുവന്നപ്പോൾ നിറഞ്ഞ മനസ്സോടെ അതിഥികൾ ഒപ്പം നിന്നു. കൊല്ലപ്പെട്ട ഇ.ടി.പി. ചന്ദ്രശേഖരന്റെയും കെ രമ എംഎൽഎയുടെയും മകൻ ആർ.സി. അഭിനന്ദും വി. ഹരീന്ദ്രനും തമ്മിലുള്ള വിവാഹത്തിന് രാഷ്ട്രീയ, പൊതുരംഗത്തെ പ്രമുഖരാണ് സാക്ഷ്യം വഹിച്ചത്. രാവിലെ 11:30 വള്ളിക്കാട് അത്താഫി ഓഡിറ്റോറിയത്തിലെ മണ്ഡപത്തിലേക്ക് അഭിനന്ദ് രമയുടെ കൈപിടിച്ചെത്തി. ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വലിയ നിര പങ്കെടുത്തപ്പോൾ സിപിഎമ്മിലെ പ്രമുഖർ വിട്ടുനിന്നു. സ്പീക്കർ എ. എൻ. ഷംസീർ, യു. പ്രതിഭ എം.എൽ.എ, സുരേഷ് കുറുപ്പ്, നികേഷ് കുമാർ, എ. പ്രദീപകുമാർ എന്നിവരാണ് വിവാഹത്തിൽ പങ്കെടുത്ത സിപിഎം പ്രമുഖർ. മന്ത്രി ചിഞ്ചു റാണി, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉൾപ്പെടെ സിപിഐയിലെ നേതാക്കൾ ചടങ്ങിനെത്തി. സിപിഐയിലെ ജില്ലാ പ്രാദേശിക നേതാക്കൾ വിവാഹത്തിനെത്തിയപ്പോൾ സിപിഎമ്മിലെ നാമമാത്രമായ പ്രാദേശിക നേതാക്കൾ മാത്രമാണ് എത്തിയത്. ടി.പിയുടെ മകൻ ആർ.സി. അഭിനന്ദ് ചാത്തമംഗലം വട്ടോളി പരേതനായ പി.സി. ഹരീന്ദ്രൻ, കെ.വി. പ്രസന്ന എന്നിവരുടെ മകളായ വി. ഹരീന്ദ്രനെയാണ് വിവാഹം ചെയ്തത്. സുരേഷ് കുറുപ്പ് വിവാഹത്തിനെത്തിയതാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ഇ.ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്ത കോട്ടയത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് തന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എടുത്തതായിരുന്നുവെന്ന് സുരേഷ് കുറുപ്പ് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞതും ചർച്ചയായിരുന്നു. പാർട്ടിയിൽ നിന്ന് അകലം പാലിച്ചു നിൽക്കുന്നതിനിടെയാണ് വിവാഹത്തിനെത്തിയത്. ഇ.ടി.പി. വധക്കേസ് പ്രതിയായ കെ മുഹമ്മദ് ഷാഫിയുടെ വീട്ടിലെ ചടങ്ങിൽ എ. എൻ. ഷംസീർ പങ്കെടുത്തത് വിവാദമായിരുന്നു. അന്ന് ഷംസീർ സ്പീക്കറായിരുന്നില്ല. സ്പീക്കർ എന്ന നിലക്കാണ് ഷംസീർ കെ രമയുടെ മകന്റെ വിവാഹത്തിനെത്തിയത്. എ. പ്രദീപകുമാർ ടി.പിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു. യു. പ്രതിഭയോടും നികേഷിനോടും വളരെ അടുപ്പം കാത്തുസൂക്ഷിക്കുന്നയാളാണ് രമ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ വിവാഹത്തിന് വിളിച്ചുവെന്ന് കെ രമ അറിയിച്ചിരുന്നു. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം. വി. ഗോവിന്ദനെ അടക്കമുള്ള നേതാക്കളെ നേരിട്ട് കണ്ടാണ് ക്ഷണിച്ചത്. ടി.പിയോട് ഏറെ അടുപ്പമുണ്ടായിരുന്ന മുഴുവൻ നേതാക്കളെയും സഖാക്കളെയും വിളിച്ചുവെന്നും രമ അറിയിച്ചിരുന്നു. അതേസമയം യു.ഡി.എഫിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം എത്തി.
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, പി.കെ. കുഞ്ഞാലിക്കുട്ടി, കെ. മുരളീധരൻ, ഷാഫി പറമ്പിൽ, മാണി സി കാപ്പൻ, പി.കെ. ബഷീർ, ബിന്ദു കൃഷ്ണ, സി.പി. ജോൺ എന്നിവർ പങ്കെടുത്തു. രാഗതുഷാരം 2025 വിളംബര ജാഥ നടത്തി. കോടഞ്ചേരി ജനുവരി 27-ന് കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സ്കൂൾ സർഗോത്സവത്തിന്റെ മുന്നോടിയായി സ്വാഗത വിളംബര ജാഥ നടത്തി. PTA പ്രസിഡന്റ് റോക്കച്ചൻ പുതിയടത്ത്, വാർഡ് മെമ്പർ വാസുദേവൻ ഞാറ്റുകാലായിൽ എന്നിവർ ജാഥ നേതൃത്വം നൽകി. പരിപാടിയിൽ മലയോര കുടിയേറ്റ കർഷകന്റെ കഷ്ടപ്പാടിന്റെ കഥ പറയുന്ന നാടകാവിഷ്കാരം ശ്രദ്ധേയമാകും. ഇതിന്റെ സംവിധാനം നിർവഹിക്കുന്നത് പ്രശസ്ത നാടക പ്രവർത്തകൻ KPAC വിൽസനാണ്. പ്രകാശ നിയന്ത്രണം ഷനിത് മാളവിക കൊയിലാണ്ടി നിർവഹിക്കും. ആകെ 243 കലാകാരന്മാരാണ് രാഗതുഷാരം 2025 വിവിധ പരിപാടികളിലായി വേദിയിലെത്തുന്നത്. വേദികളിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ചവിട്ട് നാടകം പരിപാടിയിലെ പ്രധാന ആകർഷണമായിരിക്കും. സർഗോത്സവം വൈകിട്ട് 5:30 ആരംഭിച്ച് രാത്രി 10 മണിക്ക് അവസാനിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. കാര്യപരിപാടികൾ: സ്കൂൾ റിപ്പോർട്ട്, പ്രാർത്ഥന, സ്വാഗതം, വിജോയ് തോമസ്, പ്രിൻസിപ്പൽ, സെന്റ് ജോസഫ്സ് HSS കോടഞ്ചേരി, അധ്യക്ഷൻ ഫാദർ കുര്യാക്കോസ് ഐക്കുളമ്പിൽ, സ്കൂൾ മാനേജർ, ഉദ്ഘാടനം അലക്സ് തോമസ് ചെമ്പകശ്ശേരി, പ്രസിഡന്റ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത്, അനുഗ്രഹ പ്രഭാഷണം ആൻഡ് ഉപഹാര സമർപ്പണം ഫാദർ ജോസഫ് പാലക്കാട്ട്, കോർപ്പറേറ്റ് മാനേജർ, താമരശ്ശേരി രൂപത. ആശംസകൾ: വാസുദേവൻ മാസ്റ്റർ, വാർഡ് മെമ്പർ, ജിബിൻ പോൾ, ഹെഡ്മാസ്റ്റർ, സെന്റ് ജോസഫ്സ് LPS കോടഞ്ചേരി, റോക്കച്ചൻ പുതിയടത്ത്, PTA പ്രസിഡന്റ്, അനൂപ് ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി, ഇമ്മാനുവൽ ജോൺ, വിദ്യാർത്ഥി പ്രതിനിധി. മറുപടി പ്രസംഗം: സുബി അബ്രാഹം. നന്ദി. ബിനു ജോസഫ്, ഹെഡ്മാസ്റ്റർ, സെന്റ് ജോസഫ്സ് HSS കോടഞ്ചേരി. ദേശീയഗാനം. കോടഞ്ചേരി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാളിന് കൊടിയേറി. 25 ശനി പ്രധാന തിരുനാൾ ദിനം രാവിലെ 6:30 വിശുദ്ധ കുർബാന. വൈകിട്ട് 5 ആഘോഷമായ തിരുനാൾ കുർബാന. ഫാദർ ജിൽസ് തയ്യിൽ, പ്രിൻസിപ്പൽ, താമരശ്ശേരി അൽഫോൻസ ഹയർ സെക്കൻഡറി സ്കൂൾ. രാവിലെ 6:30 ലതീഞ്ഞ് പ്രദക്ഷിണം ടൗൺ കുരിശടിയിലേക്ക്. വൈകിട്ട് 8 വാദ്യമേളങ്ങൾ. രാത്രി 9 ആകാശവിസ്മയം. 26 ഞായർ രാവിലെ 6 വിശുദ്ധ കുർബാന. രാവിലെ 10 ആഘോഷമായ തിരുനാൾ കുർബാന. ഫാദർ ജോൺസ് പുൽപ്പറമ്പിൽ, OFMCAP വികാരി, സെന്റ് ഫ്രാൻസിസ് ഓഫ് അസിസി ചർച്ച് പേരാമ്പ്ര. വൈകിട്ട് 6:45 നാടകം തച്ചൻ. അവതരണം കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസ്. 27 തിങ്കൾ രാവിലെ 6:30 കുർബാന. ഫാദർ ഇമ്മാനുവേൽ കുരു, നവവൈദികൻ, താമരശ്ശേരി രൂപത. മരിച്ചവരുടെ ഓർമ്മദിനം. സെമിത്തേരി സന്ദർശനം. കൊടിയിറക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.